ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് 2025-2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അടുക്കളമുറ്റത്തെ കോഴി വളർത്തൽ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. 8ാം വാർഡിൽ നടന്ന ചടങ്ങ് വാർഡ് മെമ്പർ മാളു സതീഷ് ഉദ്ഘാടനം ചെയ്തു. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന അടുക്കളമുറ്റത്തെ കോഴി വളർത്തൽ പദ്ധതിയുടെ വിതരണം നടന്നു. മഠത്തിൽ കാരായ്മ 8ാം വാർഡിലെ വിതരണ ഉദ്ഘാടനം വാർഡ് മെമ്പർ മാളു സതീഷ് നിർവഹിച്ചു. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അടുക്കളമുറ്റത്തെ കോഴി വളർത്തൽ എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് മഠത്തിക്കാരായ്മ 8ാം വാർഡിലാണ് ഇന്ന് ഉദ്ഘാടനം നടക്കുന്നത്. നമ്മുടെ വാർഡിലെ 100ഓളം കുടുംബങ്ങൾ അപേക്ഷ തരികയും അവർക്ക് ഇപ്പോൾ തന്നെ കോഴി വിതരണം ചെയ്യുകയാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, മുട്ടക്കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി നമ്മൾ കടകളെ ഒന്നും ആശ്രയിക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ അതിന് ഭക്ഷണം കൊടുത്ത് വളർത്തിയെടുത്ത് നമ്മൾ അതിനെ സംരക്ഷിച്ചുകൊണ്ട്, നമുക്കറിയാം ഈ വന്ന കാലത്ത് പട്ടിയും അതുപോലെ തന്നെ മറ്റ് ഇതൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാട്ടുപന്നിയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കൂടെ ഉള്ളവർക്ക് മാത്രമേ കോഴി കൊടുക്കാവുള്ളൂ എന്നുള്ളത്. കാരണം ഇത്രയും നല്ല പൈസ ആയിക്കൊണ്ട് ഗുണഭോക്താക്കളുടെ ഇന്ന് തുച്ഛമായിട്ടുള്ള 50 രൂപ മാത്രം വാങ്ങിച്ചുകൊണ്ടാണ് ഈ കോഴിയെ വിതരണം ചെയ്യുന്നത്. ഒരു വ്യക്തിക്ക് 5 കോഴിയാണ് വിതരണം നടക്കുന്നത്. നമുക്കറിയാം, ഇത് എല്ലാവരും മാക്സിമം പ്രയോജനപ്പെടുത്തണം. നമ്മൾ ഇതിനെ കൊണ്ടുപോയി മാത്രമല്ല, ഇപ്പോൾ കൊണ്ടുപോയി എവിടെയെങ്കിലും ഇടുകയല്ല, ഇതിനെ എല്ലാം നമ്മൾ നോക്കി ഇപ്പോൾ 45 ദിവസം, അവർ പറയുന്നത് 45-60 ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും വളർച്ചയെത്തിയ കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇതിനെ മറ്റ് ജീവികളൊന്നും പിടിച്ചുകൊണ്ട് പോകാത്ത എന്നുവെച്ചാൽ കല്ലറ അങ്ങനെയൊക്കെയുള്ള പരിധികളൊന്നും പിടിച്ചുകൊണ്ട് പോകാത്ത, അതിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമ്മൾ പരമാവധി അതിനെ സംരക്ഷിച്ചുകൊണ്ട് നിങ്ങൾ അതിൻ്റെ മുട്ട നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടട്ടെ എന്ന് മാത്രം പറഞ്ഞു. 100 കുടുംബങ്ങൾക്ക് 5 കോഴിയെ വെച്ചാണ് വിതരണം ചെയ്യുന്നത്. ഓച്ചിറ വെറ്ററിനറി ഹോസ്പിറ്റൽ സീനിയർ സർജൻ ഗീത പദ്ധതി വിശദീകരിച്ചു. സീഡിനെറ്റ് ന്യൂസ്, ഓച്ചിറ.